ലോകത്തെ പ്രധാന ഫുട്ബോൾ ലീഗുകളെല്ലാം ഏതാണ്ട് പകുതിയും പിന്നിട്ടിരിക്കുകയാണ്. ഇതിനകം കിരീട ചിത്രം തെളിയേണ്ട സമയമായിട്ടുണ്ടെങ്കിലും ഫോട്ടോ ഫിനിഷ് മൂഡിലേക്കാണ് പല ലീഗുകളും മുന്നേറുന്നത്. പല ലീഗുകളിലും വമ്പന്മാരുടെ അടിപതറലുണ്ടായപ്പോൾ എഴുതിത്തള്ളിയ ടീമുകളും താരങ്ങളും മുൻപന്തിയിലേക്ക് ഉയർന്നു വന്നു. ഒട്ടും പ്രതീക്ഷകളില്ലാതെ വന്ന് അത്ഭുതകരമായ കുതിപ്പുണ്ടാക്കിയ അങ്ങനെയൊരു ടീമിനെയും താരക്കൂട്ടങ്ങളെയും കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കുഞ്ഞന്മാരുടെ ഗണത്തിൽപ്പെടുന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ പറ്റി. കഴിഞ്ഞ കുറെ സീസണുകളായി കിരീട ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെല്ലാം അവസാന ലാപ്പുകളിൽ താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടനവുമെല്ലാം അവസാന 10ലേക്ക് വീണപ്പോൾ ചെൽസിയെയെല്ലാം പിന്നിലാക്കി ലിവർപൂളിനും ആഴ്സണലിനും ഒപ്പത്തിനൊപ്പം കിരീടപ്പോരിലുള്ളത് ന്യൂനോ ആസ്പിരിറ്റോ സാന്റോയുടെ ഈ ചെറു സംഘമാണ്. നിലവിൽ 1ാം സ്ഥാനത്തുള്ള ലിവർപൂളിനേക്കാൾ 6 പോയിന്റിന്റെ വ്യത്യാസമുണ്ടെങ്കിലും ലിവർപൂൾ മികച്ച ഫോമിൽ മുന്നേറുകയാണെങ്കിൽ പോലും ഈ പ്രകടനം തുടർന്നാൽ നോട്ടിംഗ്ഹാമുകാർക്ക് ചരിത്രം സൃഷ്ടിക്കാം. കഴിഞ്ഞ സീസണുകളിലെല്ലാം 17ഉം 18ഉം സ്ഥാനത്തൊക്കെയായി തരം താഴ്ത്തൽ ഭീഷണി നേരിട്ടിരുന്ന ഈ ചെറിയ ടീമിന് ആദ്യ 3-ലെത്തിയാൽ തന്നെ അതൊരു വലിയ നേട്ടമായിരിക്കും. കാരണം വമ്പൻ ക്ലബ്ബുകളായ സിറ്റി, യുണൈറ്റഡ്, ചെൽസി, ആഴ്സണൽ തുടങ്ങിയവർ താരങ്ങൾക്കും മറ്റും ചിലവഴിച്ചതിന്റെ പകുതി തുകയിലും താഴെയാണ് നോട്ടിംഗ്ഹാം ചിലവഴിച്ചിട്ടുള്ളത്. പല മുൻനിര ടീമുകളും പുറത്താക്കിയതും എഴുതിത്തള്ളിയതുമായ താരങ്ങളാണ് 11-ൽ നിറഞ്ഞു കളിക്കുന്നത് എന്നും ശ്രദ്ധേയം. ബെൽജിയൻ ഗോൾ കീപ്പർ മാറ്റ് സെൽസ്, ന്യൂസിലാൻഡ് സ്ട്രൈക്കർ ക്രിസ് വുഡ്, ആന്റണി എലങ്ക, ഗിബ്സ് വൈറ്റ്, ഹെഡ്സൺ ഒഡോയി, എലിയറ്റ് ആൻഡേഴ്സൺ തുടങ്ങിയ പേരുകൾ ചുരുക്കം ഫുട്ബോൾ പ്രേമികൾക്ക് മാത്രമേ പരിചിതമാകാൻ കഴിയൂ, പ്രത്യേകിച്ചും ഈ സീസൺ തുടങ്ങുന്നതിന് മുൻപ്. എന്നാൽ പരിശീലകൻ ന്യൂനോ അവരെ 4 ആളറിയുന്ന യോദ്ധാക്കളാക്കി മാറ്റി ലിവർപൂളിനെതിരെയുള്ള യുദ്ധം ജയിപ്പിച്ചു. ഈ സീസണിൽ ലിവർപൂളിനെ തോൽപ്പിച്ച ഒരേയൊരു ടീമായി നോട്ടിംഗ്ഹാം മാറി. സീസണിൽ ഏറ്റവും ക്ലീൻ ഷീറ്റ് ഉള്ളതും ഗോൾ വഴക്കം കുറവുള്ളതുമായ ടീമുകളിൽ മുന്നിലാണ് നോട്ടിംഗ്ഹാം. ഈ അത്ഭുത മുന്നേറ്റം നടത്തുമ്പോൾ നോട്ടിംഗ്ഹാംകാർ മനസ്സിൽ കാണുന്നത് 2 മുൻചരിത്രമാണ്. 2016-ൽ ഇതുപോലൊരു ചെറു സംഘമായി വന്ന് 10 പോയിന്റിന്റെ ലീഡിൽ കിരീടം തൂക്കിയ ലെസ്റ്റർ സിറ്റിയുടെ ചരിത്രമാണ് അതിലൊന്ന്. ഇറ്റാലിയൻ പരിശീലകൻ ക്ലോഡിയോയ്ക്ക് കീഴിൽ 38 മത്സരങ്ങളിൽ നിന്ന് 81 പോയിന്റാണ് അന്ന് ലെസ്റ്റർ നേടിയത്. നിലവിൽ 22 മത്സരങ്ങളിൽ 44 പോയിന്റുള്ള നോട്ടിംഗ്ഹാമിന്റെ ഏതാണ്ട് സമാന പോയിന്റ് നിലയായിരുന്നു 22 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 2016-ൽ ലെസ്റ്ററിന്. നോട്ടിംഗ്ഹാമുകാർ മനസ്സിൽ കാണുന്ന മറ്റൊരു ചരിത്രം അവരുടെ തന്നെ ചരിത്രമാണ്. 1978-79 കാലത്തെ അവരുടെ സുവർണ കാലഘട്ടം. 1865-ൽ നോട്ടിംഗ്ഹാം എന്ന ചെറിയ പട്ടണത്തിൽ തുടങ്ങിയ ക്ലബ്ബ് ആദ്യമായി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു മേൽവിലാസമുണ്ടാകുന്നത് ആ വർഷത്തിലാണ്. ബ്രയാൻ ക്ലോവ് എന്ന പരിശീലകന്റെ കീഴിൽ അന്ന് വമ്പന്മാരെ അട്ടിമറിച്ച് ഇന്നത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടമായ യൂറോപ്യൻ കിരീടം നേടി. ശേഷം അടുത്ത സീസണുകളിൽ യുവേഫ സൂപ്പർ കപ്പും FA കപ്പും നേടി. എന്നാൽ വമ്പൻ നഗരങ്ങളുടെയും വിഭാഗങ്ങളുടെയും പിന്തുണയില്ലാത്തതുകൊണ്ട് തന്നെ 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കമായപ്പോഴേക്കും നോട്ടിംഗ്ഹാം കിതച്ചു തുടങ്ങി. പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അവർ തിരിച്ചു വന്നിരിക്കുന്നു. ആ തിരിച്ചുവരവിൽ ലെസ്റ്റർ ചരിത്രം ആവർത്തിക്കാൻ ന്യൂനോക്കും സംഘത്തിനുമാവുമോ? തങ്ങളുടെ സുവർണ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ? സാധിച്ചാൽ അതൊരു ചരിത്രമാകും.